കോന്നിയിൽ LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിടെ നടത്തിയ വിവാദ പരാമർശത്തെ ന്യായീകരിച്ച മുഖ്യമന്ത്രി. ഒരു പൊതുയോഗത്തിനിടെ കാണിക്കേണ്ട മര്യാദ പാലിക്കാത്തതിനാലാണ് അത്തരത്തിൽ പ്രതികരിച്ചത് എന്നതാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. തെറ്റുപറ്റിയെന്നാണ് ചോദ്യകർത്താവായ കോന്നി സ്വദേശി ദാസ് പി ജോർജിന്റെ പ്രതികരണം. കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കേന്ദ്രം സാമ്പത്തിക സഹായം തടയുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ ഭാവി വികസനത്തിന് എങ്ങനെ ഫണ്ട് കണ്ടെത്തുമെന്ന് ചോദിച്ച പാർട്ടി പ്രവർത്തകന് മുഖ്യമന്ത്രി ഇന്നലെ നൽകിയ മറുപടിയാണ് വിവാദമായത്. മുഖ്യമന്ത്രിയുടേത് സാമാന്യ മര്യാദയ്ക്ക് നിരക്കാത്ത ഭാഷാപ്രയോഗമെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയെന്ന് KC വേണുഗോപാൽ. പരാജയം ശരിയായിട്ടും മനസ്സിലായ മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയിരിക്കുകയാണെന്ന് ഇതിനപ്പുറം വലിയ തെളിവ് വേണോ? മുഖ്യമന്ത്രിയുടെ ഇത്തരം പരാമർശങ്ങൾ തുടച്ചു നീക്കാൻ കേരളത്തിൽ സാംസ്കാരിക ഹരിതകർമ്മസേന ഉണ്ടാക്കേണ്ടി വരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഭാഷയിലും സാംസ്കാരിക ഇടങ്ങളിലും പൊതുമണ്ഡലത്തിലും ഇവരുടെ നാവിൽ നിന്ന് പെയ്തു വീണ ഈ വൃത്തികെട്ട വാക്കുകൾ അത് ശുചീകരിക്കാൻ ഒരു സാംസ്കാരിക ഹരിതകർമ്മസേന ഉണ്ടാക്കേണ്ടി വരും. ഇതെല്ലാം അടിച്ചുവാരി തുടയ്ക്കാൻ. എന്നാൽ വിവാദ പരാമർശത്തിൽ തെറ്റു പറ്റിയിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. എനിക്ക് സമനില തെറ്റേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ചോദിച്ചാൽ കിട്ടുന്ന മറുപടി അത് തന്നെയായിരിക്കും. അത് സ്വാഭാവികമല്ലേ. പൊതുയോഗത്തിൻ്റെതായ മര്യാദയുണ്ട്. അതിനിടെ പ്രസംഗത്തിനിടെ മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിച്ചത് തെറ്റായിപ്പോയെന്ന വിശദീകരണവുമായി ചോദ്യകർത്താവും CPM പ്രവർത്തകനുമായ കോന്നി സ്വദേശി ദാസ് പി ജോർജ് രംഗത്തെത്തി. ഒരിക്കലും വിഷമം തോന്നിയിട്ടില്ല. കാരണം തെറ്റെന്റെ ഭാഗത്താണ്. കാരണം അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തുന്നതിന് തുല്യമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അദ്ദേഹം എന്നെ ശാസിച്ചു, അത്രയും ഞാൻ മനസ്സിലാക്കുന്നു. ചെറുതായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. തുടർച്ചയായി മുഖ്യമന്ത്രി നടത്തുന്ന ഇത്തരം പരാമർശങ്ങൾ തെരഞ്ഞെടുപ്പിലും സജീവ ചർച്ചയാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. മീഡിയ 1 തിരുവനന്തപുരം.